ഹലോ, കയ്യിൽ മൈലാഞ്ചി കിട്ടേക്കണം കണ്ടപ്പോൾ എന്നെ മനസ്സിലായല്ലോ കല്യാണം സംബന്ധിച്ചുള്ള വീഡിയോ എന്ന്. അപ്പോൾ ഹൽദിയുടെ വീഡിയോ ഉണ്ട് ഞാൻ ഇന്ന് ഇട്ടേക്കണത്. അപ്പോൾ ഈ മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നത് നമ്മുടെ കുഞ്ഞുമാടെ മോളാണ്. അവളാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ആസ്ഥാന ഡിസൈനർ. എന്ത് ഫംഗ്ഷൻ വന്നാലും അവളാണ് ഞങ്ങൾക്ക് മൈലാഞ്ചി കിട്ടി തരാറുള്ളത്. അപ്പോൾ ഇന്ന് ഹൽദി ആയിട്ട് അവളെ ഒരുക്കണതും കുഞ്ഞുമാടെ മോള് തന്നെയാണ്. മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നന്നായി സുന്ദരി പെണ്ണായിട്ട് ഒരുങ്ങണൊക്കെ ഉണ്ട് കല്യാണ പെണ്ണ്. തലയിൽ വെച്ചേക്കണ ചെണ്ടുമല്ലി ഒറിജിനലാണ് കേട്ടോ. ഇക്കാക്കയുടെ നിർബന്ധപ്രകാരം വെച്ചേക്കണത്. ചുട്ടി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇക്കാക്ക ചുട്ടിക്ക് സമ്മതിച്ചില്ല. ചെണ്ടുമല്ലി ഒറിജിനൽ തന്നെ നീ വെക്കണമെന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ കടയിൽ നിന്ന്. പിന്നെ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബന്ധുക്കൾ മാത്രമായിട്ട് വിളിച്ചിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ച് നമ്മൾ ഫംഗ്ഷൻ ചെയ്യണില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ വീടൊരു കുഞ്ഞു വീടാണ്. അതിനുള്ള സ്ഥല സൗകര്യമൊന്നുമില്ല. അപ്പുറത്ത് തന്നെ ചച്ചാടെ വീടാണ്. അപ്പോൾ അവിടെ ഉണ്ട് നമ്മൾ ഹൽദിയൊക്കെ നടത്തിയത്. അവിടെ അനിയനാണ്, ആളുടെ വീടാണ്. അപ്പോൾ ചിന്നമ്മയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ചച്ച മരിച്ചു പോയി. അപ്പോൾ അവിടെ നമ്മൾ ആഘോഷിക്കണമെന്ന്, നമ്മുടെ ബന്ധുക്കളുള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടും നമ്മുടേതായ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തിയിട്ട് ആഘോഷിക്കണമെന്ന് മാത്രം, ഒരു സന്തോഷത്തിന്. അല്ലാണ്ട് ഒരുപാട് പേരൊന്നും വിളിച്ച് ഹാളിലോ അങ്ങനത്തെ ഒന്നും നടത്തണമെന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ തന്നെ റോഡാണ് നമ്മുടെ. പിന്നെ എല്ലാവരും റോട്ടിലൊക്കെ നിൽക്കണം. കുറച്ച് സ്ഥലത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ തലേ ദിവസം വന്നവരെ നമുക്ക് ഡ്രസ്സ് തരാറ പതിവ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനിയത്തിമാർ ചങ്ക് ഫ്രണ്ട്സായിട്ടാണ്. രണ്ട് പേരുടെ ഫ്രണ്ട്സാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെക്കൻ്റെ വീട്ടുകാർ വന്നു. അപ്പോൾ അവർ ഹൽദിക്ക് വിളിച്ചപ്പോൾ ഹൽദിക്ക് വന്ന് ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സ് നമുക്ക് തലേ ദിവസമാണ് കൊണ്ടുതരാം. ഹൽദിക്ക് വന്നപ്പോൾ അവർ അന്ന് കൊണ്ടു തന്നു. അപ്പോൾ ചെക്കനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പാത്രത്തിലൊക്കെ വെച്ച്, നമ്മൾ ഫോട്ടോഷൂട്ടിന് എപ്പോഴായാലും അങ്ങനെയാണല്ലോ. അതിൻ്റെ ഭംഗി കിട്ടാനായിട്ട് മുല്ലപ്പൂവും സാരിയും സാരിയാണ് അവൾ രാവിലേക്ക് അവർ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആദ്യം തന്നെ അമ്മ എത്തിയാണ് കേട്ടോ. അവർക്ക് മഞ്ഞൾ വയ്ക്കുക. മഞ്ഞളൊന്നല്ല, ഇത് മുൾത്താണി വിട്ടിയിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചത്. കാരണം ഫേഷ്യൽ ചെയ്ത കാരണം മുഖം ആകെ കൊളാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മൈസൂർ പാക്കും പിന്നെ ലഡുവിൻ്റെ മണികളിൽ അതാണ് നമ്മൾ മധുരത്തിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോയ്ക്ക് നിന്നപ്പോൾ അമ്മയുടെ തട്ടം കാരണം കിട്ടണില്ല ഫോട്ടോ. അപ്പോൾ ചിന്നമ്മ വന്നത് ശരിയാക്കി കൊടുക്കണ വീഡിയോ ഉണ്ടത്. സ്ഥല സൗകര്യം കുറവാണെങ്കിലും എന്ത് ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ വന്നാലും അതുപോലെ തന്നെ എന്തൊരു ഫംഗ്ഷൻ ഞങ്ങളുടെ ഫാമിലിയിൽ വന്നാലും എല്ലാവരും ഒരുമിച്ച് കൂട്ടും. തലേദിവസവും ഹൽദിക്കും അതിന് മുന്നൊക്കെ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ഇട്ട് എല്ലാവരും വരും. എന്നിട്ട് എല്ലാവരും കൂടി ഹാളിൽ ഓരോ പായൊക്കെ ഇട്ട് നിരന്നൊരു കിടപ്പാണ്. പക്ഷെ എന്നാൽ ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിലല്ലാണ്ട് ഒരുപാട് ഇതിലൊന്നല്ല നമുക്ക് സന്തോഷം കിട്ടുന്നത്. അവരെല്ലാവരും വന്നിട്ടുള്ള ആ ഹാപ്പിനെസ്സിൽ വർത്താനം പറഞ്ഞ് കുറേ ഞങ്ങൾ 1 മണി വരെ 2 മണി വരെയൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഹൽദിക്ക് ചിലർ വ്യാഴാഴ്ച വന്നു, ചിലർ വെള്ളിയാഴ്ച വന്നു, ചിന്നമ്മമാരൊക്കെ വെള്ളിയാഴ്ച വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കുഞ്ഞു വീടാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ കിടക്കാം. എന്നാലും ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ കയറിയിട്ട് ഇവിടെ നിന്ന് മാമന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്കാൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അവരിതേ ഫോട്ടോ എടുക്കാണ് വന്ന് കയറിയിട്ട്. അപ്പോൾ ഇക്കാക്കാനെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇക്കാക്ക ദേ ആരെയെന്നോ കണ്ണാട വാങ്ങി വെച്ചിട്ട് വീഡിയോക്ക് നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂത്ത മാമാടെ മക്കളും അവരൊക്കെ വന്നിട്ട് അപ്പോൾ ക്യാമറാമാൻ എങ്ങനെയാണെന്ന് പോസ് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെ തേക്കണ്ടേ എന്നൊക്കെ ഉള്ളത്. അതിന് ശേഷം നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് ബ്രൈഡ് ടു ബി എന്നുള്ള ഇതൊക്കെ കുത്തി വെച്ചിട്ട് അവളെ കൊണ്ടൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ചെക്കനും അവരൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ നിർത്തി കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കൈയൊക്കെ അടിച്ചു. ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കളിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ മറന്നുപോയി. പിന്നെ ഇച്ചൂനി കുട്ടിപ്പട്ടാളങ്ങളെ നിർത്തിയൊരു ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും പിന്നെ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാവരും പോയിട്ട്. അപ്പോൾ ആ സമയത്ത് അവളുടെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പരിപാടി ചെറിയ രീതിയിൽ അവസാനിപ്പിച്ചു. ഫുഡ് കഴിക്കണതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഓരോ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വിട്ടുപോയി. എനിക്ക് ഓരോരുത്തർ ഓരോ വായ ചോറ് വാരിത്തരാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്ത് കഴിക്കേണ്ട വന്നില്ല. ഓരോരുത്തർ ചോറ് എടുക്കുമ്പോൾ ഓരോ വാരിത്തരും. അങ്ങനെ തന്നെ എൻ്റെ വയറാണ് കേട്ടോ. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ പിള്ളേരുടെയും അനിയത്തിയുടെയും ഞങ്ങളുടെയൊക്കെ കൂടി ഒരു ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അർമാദായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഭയങ്കര ഡാൻസായിരുന്നു. പാട്ടിൻ്റെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. സത്യത്തിൽ അവിടെ നിൽക്കണേൽ കുറച്ച് പേർക്ക് മാത്രമേ ഡാൻസ് കളിക്കാറുള്ളൂ. പിന്നൊക്കെ ഓരോ കോപ്രായം കാണിക്കലാണ്. എന്നെയൊക്കെ കണ്ടില്ലേ, ആ കട്ടായം മാത്രമേ ഉള്ളൂ. ഡാൻസൊന്നും മര്യാദയ്ക്ക് കളിക്കാനൊന്നും അറിയില്ല. എന്നാലും വെറുതെ ആ പാട്ടിനിട്ടൊന്ന് തുള്ളണമെന്ന് മാത്രം.
ഇതിൽ എനർജി മൊത്തം ഉള്ളത് അനിയന് മാത്രമാണ് കേട്ടോ. അവനാണ് ഓരോ സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്നെ. അപ്പോൾ അത് കണ്ട് നമ്മൾ കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. ഡാൻസ് കളിക്കാനൊന്നും ടച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഇച്ചു ഓളിനോളായിരുന്നു. തലേദിവസം ഹൽദിക്കൊക്കെ ഇച്ചു ഓളിനോളായിരുന്നു. നല്ല കളിയും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് ആൾ പൊട്ടിച്ചു. ഒരു പരിപാടിക്കും മര്യാദയ്ക്ക് നമുക്ക് കൂടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിച്ചില്ല. അത്ര വാശിയായിരുന്നു. വൈകുന്നേരം വരെ വാശിയായിരുന്നു. കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് മര്യാദയ്ക്ക് കിട്ടില്ല. അങ്ങനെ ഈ ഡാൻസോട് കൂടി ഹൽദിയുടെ പരിപാടികളൊക്കെ അവസാനിച്ചു. അപ്പം അത്രേ ഉള്ളൂ.